തീവ്രത കൂടിയതാണെങ്കിൽ വിടത്തില്ല. പക്ഷേ CPM-കാരായ ആരോപണ വിധേയരുടെ പീഡനങ്ങളെ എല്ലാം തീവ്രത കുറഞ്ഞതായിരുന്നു. അതുകൊണ്ടല്ലയോ വെറുതെ വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? CM-ന്റെ ഓഫീസിൽ, ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെ ഉയർന്ന തസ്തികയിൽ അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വരാവുന്ന ചില ഘടകങ്ങളാ. പക്ഷെ ചിലപ്പോൾ വിചാരിക്കും ഇവരെന്തൊരു പൊട്ടത്തരമാണ് കാണിക്കുന്നത്. അവരുടെ ഒരു നേതാവിനെതിരായിട്ട് തെളിവോ കുറ്റപത്രമോ FIR ഒന്നും ഇല്ലാതിരുന്നിട്ടും അയാളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളെ കണ്ടുപഠിക്കണം. ഞങ്ങൾ അതിനൊക്കെ ഒരു വഴി കണ്ടെത്തും. ഞങ്ങളുടെ പണ്ടൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ആരെയും ബാഹ്യ പോലീസിനോ അല്ലെങ്കിൽ നിയമങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കത്തില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. തീവ്രതയുണ്ടോ ഇല്ലയോ, റിച്ചർ സ്കെയിലിൽ എത്ര ഡിഗ്രി വരുന്നു, അതാ ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാരെ കൊണ്ട് അതിനൊന്നും ഇവിടെ രക്കാപ്പില്ല കേട്ടോ.